ഇനിയിപ്പോ വസുധ തന്നെയാവോ രാത്രി വന്ന് കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയത്? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? വസുധ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ലാതെ ഇത്ര കൃത്യമായിട്ട് കുഞ്ഞെങ്ങനെ അവിടെ എത്തി? അവള് വസുധ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടതല്ല അമ്മേ. അവളുടെ കാഴ്ചപ്പാടിൽ അവളുടെ അമ്മയാണല്ലോ വസുധ. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. അമ്മേ, തൽക്കാലം ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. അങ്ങളിപ്പോ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ ഇപ്പം വരും എന്നെ കൊണ്ടുപോവാൻ. അമ്മയും സച്ചുമോനും ഇല്ലാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ടുപോലെന്ന് പറയാമേ. എനിക്ക് അമ്മയില്ലാതെ നിൽക്കണ്ട. ചേച്ചിയുടെ അച്ഛൻ അറിഞ്ഞാലേ ചേച്ചിയെ കൊണ്ടുപോയില്ലേ? അമ്മേ, എന്താടാ അവൾ എണീറ്റില്ലേ? അതിനകത്ത് ആരുമില്ല. ആരുമില്ലേ? അവളെ മക്കളെ എവിടെ പോയി? അറിയില്ല. പുറത്തോട്ടെങ്ങാനും പോയോ? പുറത്തേക്കെങ്ങും പോയിട്ടില്ല. ഞാനല്ലേ ഇപ്പൊ വാതിൽ തുറന്നത്. അമ്മ വാതിൽ ഉറക്കുമ്പോ ലോക്കിട്ടിട്ടുണ്ടായിരുന്നോ? അത് ശരിയാണല്ലോ. വാതില് വെറുതെ ചാരിയിട്ടിരിക്കായിരുന്നു. അവള് പോയെന്നാ തോന്നുന്നത് മോനെ. ഒരുപാട് ദൂരമൊന്നും അവള് പോയിട്ടുണ്ടാവില്ല. വിടരുത്. ഇവിടുത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം അവള് വളർന്നോ? അവൻ നോക്കി വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോടനെ അമ്മായി എങ്ങ് വിട്ടുകൊടുത്തല്ലേ? അങ്ങനെ വിടല്ലേ അമ്മായി. നിർബന്ധിച്ച് കേസ് കൊടുപ്പിക്കണം. നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞാ നിങ്ങൾ എങ്ങനെയാ പെരുമാറുക? ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ അവന്റെ കൂടെ ഇറങ്ങി വന്നത്? അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയതുകൊണ്ടാ ഞാനിപ്പൊ ഈ അവസ്ഥയിലായി പോയത്. അത് പിന്നെ എന്തായി മോനെ? അവള് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയതിൽ നിങ്ങൾ രണ്ടുപേർക്കും പങ്കുണ്ട്. എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ച് അമ്മയുടെ അരികിൽ പറന്നെത്തിയ ഐനുവിന് അമ്മയുടെ സ്നേഹം തുടർന്നും അനുഭവിക്കാൻ കഴിയുമോ? 1000 പ്രാർത്ഥനകൾക്കൊടുവിൽ കാത്തിരുന്നു തിരിച്ചു കിട്ടിയ പൊന്നുമോളെ ഇനിയും പിരിഞ്ഞു നിൽക്കാൻ വസുധയ്ക്ക് കഴിയുമോ? നാളെ രാവിലെ മോളുടെ അച്ഛൻ വരും. അതിനു മുമ്പ് നമുക്ക് ഇന്ന് രാത്രി തന്നെ ആരും അറിയാതെ എവിടെ നിന്ന് പോണം. ജീവിതഗന്ധിയായ മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.